ഇതിനേക്കാ വേറെ ലെവൽ ഫോട്ടോഷൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്റെ കുറെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും, അതിപ്പം നമുക്ക് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് നാൾ മുന്നേ വീണ്ടും ഒരു ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോ ഇടലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ബന്ധുക്കളൊക്കെ വിളിച്ചു ചോദിച്ചോ കല്യാണം കഴിഞ്ഞു? ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിക്കാനോ? ബൽറാം ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ മരിയയുടെ റിയാക്ഷൻ എന്തായിരിക്കും? എങ്ങനത്തെ എനിക്ക് വയ്യ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം പെട്ടെന്ന് ലൈഫിൽ വരുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അവനെ അധികം ബാധിച്ചിട്ടുണ്ടാകും. അതായത് അറിയാലോ, ലൈനാണോ ലവറാണോ ബെസ്റ്റിയാണോ അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ. സൊസൈറ്റിയെ തൃപ്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളെ അല്ല. നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ബൽറാമായിട്ടല്ല, ഓൾറെഡി കമ്മിറ്റഡ് ആണ് മരിയ. ദൈവം ഏതെന്നെ ട്രോളരുത്, ഇവരെ കല്യാണം കഴിപ്പിക്കുകയല്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് അതൊന്ന് പൊലിപ്പിച്ച് കുറച്ച് ഇതാക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കിടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വിശേഷങ്ങൾ പങ്കിടുന്നത് നമ്മുടെ ഫ്ലോറിൽ തന്നെയാണ്, നമ്മുടെ സ്വന്തം ഫ്ലോറിൽ തന്നെയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സഹോദരങ്ങൾ കല്യാണം കഴിപ്പിച്ച ഒരു താരമാണ് സുന്ദരിയിലെ സെക്കൻഡ് നായിക. അതായത് ഒരു നായിക പോയി അടുത്ത നായിക വന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മുടെ ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് കുറേയധികം ആ കുട്ടിയും ആ പറഞ്ഞ വ്യക്തിയും കുറേ അനുഭവിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ കുറേ ആൾക്കാർ ഈ ഒരു കാര്യം പറഞ്ഞ് കുറേ ഹരാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. സുന്ദരി സീരിയൽ നായികയാണ്, ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു സൂപ്പർ സീരിയൽ നായികയാവാൻ പോവുകയാണ്. ആയിക്കഴിഞ്ഞു. നമുക്ക് സ്വാഗതം ചെയ്യാം. മരിയ നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നില്ല, കല്യാണം അറിയിക്കാൻ എന്താ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യം. ഞാൻ സോഷ്യൽ മീഡിയ മൊത്തം ആൾക്കാർ അറിഞ്ഞത് മരിയയുടെ കല്യാണം കഴിഞ്ഞു. അടിയ സ്റ്റാർ സിംഗിൾ സെമി ഫൈനലിസ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഫൈനലിസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ടാണ് കല്യാണം എന്നുള്ളത്. ആ ഫോട്ടോ എല്ലാവരും ഞാനും കണ്ടപ്പോൾ ആദ്യം ചോദിക്കാൻ പോയതാ, കല്യാണം കഴിഞ്ഞോ? കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല രീതിക്ക് കുറേ മെസ്സേജസും കോഴ്സും ഞാൻ മടുത്തു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് വേറൊന്നുമില്ലല്ലേ വിഷമം വന്നത്. ഞാൻ ഇതിനു മുന്നും ഇതുപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ കമന്റ്സിലൊന്നും ഒരു എന്താ പറയാ നെഗറ്റീവായിട്ടൊന്നും, ഇത് നെഗറ്റീവ് അല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു കമന്റ്സ് വന്നിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു കമന്റും കാര്യങ്ങളൊക്കെ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് എന്താ പറയുക, ബാഡ് ആയിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഇടും. അതായത് നമ്മളിപ്പം ബോഡി ഷെയ്മിങ് തൊട്ട് എല്ലാം അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ടൈപ്പ് കമന്റ്സ് അല്ല ഇത്, വേറെ. അതായത് അറിയാലോ, ലൈനാണോ ലവറാണോ ബെസ്റ്റിയാണോ അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടി. ആദ്യം ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടപ്പം ഈ വിഷുവിനൊക്കെ ഫോട്ടോസ് ഇടാൻ തുടങ്ങിയത്. അന്നേരം ഇട്ടപ്പം ഇതുപോലെ ഓക്കെ ഒരു ഫോട്ടോസ് ഇട്ട്, മീൻസ് ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ് ഈ പറഞ്ഞ ആളും. ബൽറാം എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അവന് നല്ല ഫാൻസ് ഉള്ളത്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വലിയൊരു ഫാനാണ്. ബിക്കോസ് ഞാൻ ഒരുപാട് നാളായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം ആളുടെ പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ് പാട്ട്. ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ആളുടെ പാട്ട് കണ്ടിട്ട് വെരി എക്സൈറ്റിംഗ് സംസാരിക്കുന്ന സമയത്ത് ബൽറാമിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കും. നമ്മള് അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ആളുടെ കഴിവിനെ അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ആളുടെ ഒരു പാട്ട് കേട്ടിട്ട് ഞാൻ, അത് സുന്ദരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പാട്ട് കേട്ടിട്ട് ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കും പാട്ട്. അന്ന് അവൻ പാടിയതിൽ എൻ്റെ ഫേവറേറ്റ് വൺ എന്ന് പറയുന്ന അമ്മയെന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, നമ്മുടെ മധുച്ചേട്ടൻ പാടിയത് പാട്ട്, കലാഭവമണി സാറൊക്കെ അഭിനയിച്ചു. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന പാട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് ലൈക്ക് എല്ലാവരുടെ അടുത്തും പാട്ട് കേൾപ്പിക്കൽ, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി സുന്ദരി ലൊക്കേഷനിൽ വെച്ചിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, അവർക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പം അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ഈ സീസണിലുള്ള ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടു തുടങ്ങിയത്. ശരിക്കും ഞാനങ്ങനെ TV പ്രോഗ്രാംസൊന്നും അധികം കാണുന്ന ഒരാളല്ല. അപ്പോൾ ഇത് കണ്ടപ്പം ഈ പാട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കൂടുതലായിട്ട് ഞാൻ ആളുടെ പാട്ട് നോക്കി. അപ്പോൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ്, ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയ ഫാനാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ആ ഒരു ഫാൻ ബേസിൽ നമുക്കൊരു വർക്ക് വന്നപ്പോൾ ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ, നമ്മൾ ഒരുപാട് എന്താ പറയുന്നത് ഇഷ്ടപ്പെടുന്ന ആൾ ഇങ്ങനെ വന്നിട്ട് ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഫോട്ടോഷൂട്ട് ആരാ അപ്രോച്ച് ചെയ്തേ? ഫോട്ടോഷൂട്ടിന് ഫസ്റ്റ് വൺ വിഷുവിന്റെ ഞങ്ങളൊരു ഫ്രണ്ട്. ഇന്ന ആള് തന്നെ വേണമെന്ന് അപ്രോച്ച് ചെയ്തത്? ബൽറാം തന്നെ വേണമെന്ന് അല്ല, അങ്ങനെ ബൽറാം തന്നെ വേണമെന്നല്ല, നമുക്കൊരു പാർട്ട്ണർ അപ്പം വേണമല്ലോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ. അതാ ചോദിച്ചത്, ബൽറാം തന്നെ വേണമെന്ന് ആരാ ചൂസ് ചെയ്ത? എനിക്ക് ആഗ്രഹമായിരുന്നു ബൽറാം വേണമെന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്യാമറാമാനും ഭയങ്കര ആഗ്രഹമായിരുന്നു. ക്യാമറാമാന്റെ ആഗ്രഹം വിട്, താങ്കളുടെ ആഗ്രഹമല്ലായിരുന്നു? എനിക്ക് സത്യത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ബൽറാമിന് ഇഷ്ടമാണോ? ബൽറാമിന് ഇഷ്ടമെന്ന് വെച്ചാൽ
എങ്ങനത്തെ എനിക്ക് വയ്യ എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചുള്ളൂ. അത് ഏത് ഇഷ്ടം, ഏത് തരത്തിൽ ഇഷ്ടം? നമ്മളൊരു പൂവിനെ ഇഷ്ടപ്പെടത്തില്ലേ? അല്ല, ബൽറാമിന് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ പാട്ട് ഏറ്റവും ഇഷ്ടം. ആ വ്യക്തിയുടെ അവൻ്റെ അങ്ങനെ പറയാം, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇഷ്ടമാണ്. അവൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് അന്നും ഇന്നും അത് എനിക്ക് എപ്പോഴും ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ല കാര്യത്തിൽ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് നല്ല രീതിയിൽ വിവാദമൊക്കെ ആയി. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് വിളിച്ചു ചോദിച്ചു, അപ്പോൾ ഇത്രയും നാൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ആൾ ഇതാണല്ലേ എന്ന രീതിക്ക് സംസാരിച്ചു. അപ്പം ഞാൻ ഇതാണ് മറ്റേ ആളെന്നൊക്കെ ഉള്ളല്ലേ. അപ്പം ഞാൻ ആക്ച്വലി ശരിക്കും ഞെട്ടിപ്പോയി. ദൈവമേ, ഇത്രയും വർഷം ഞാനിപ്പോൾ ഈ ഇൻഡസ്ട്രി വന്നിട്ട് കുറേ ആയി, എന്നിട്ട് ഇങ്ങനെ ഒരു ഇതും പറഞ്ഞാൽ ആരും വിളിച്ചിട്ടില്ല. അപ്പം കല്യാണമാണോ, കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടാണോ? അത് മെയിനായിട്ട് കാര്യം വെച്ചാൽ വിഷുവിന് നോർമലി ഈ യെല്ലോ അങ്ങനത്തെ ഒരു എന്താ പറയുക കളർ തീമാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷെ ഞാൻ ലൈക്ക് മാറ്റിയിട്ട് വേറൊരു കളർ എടുത്തു. അപ്പൊ അത് കുറച്ചുകൂടി എന്താ പറയാ ഭംഗി ഉണ്ടാവും തോന്നിയിട്ട് ഞാൻ ആ കളർ എടുത്തത്. നാട്ടുകാരുണ്ടപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ തോന്നിയല്ലയോ? അതാ ചോദിച്ച കല്യാണം കഴിഞ്ഞു. അതാണ് കല്യാണം കഴിഞ്ഞു വന്ന്. ആ വിഷുവിന് ഇട്ട സമയത്ത് എല്ലാവരും തിരിച്ച് പറഞ്ഞ് ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഒക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബാക്കി ഫോട്ടോസ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് നാൾ മുന്നേ വീണ്ടും ഒരു ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയിടെല്ലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. വീടാൻ പോകുമ്പോൾ കൈക്ക് പിടിക്കുന്നതാണോ ഇട്ടിരുന്നത്? അല്ല അതല്ല, വേറെ ഈ വിഷുവിന് ഇട്ട ഫോട്ടോ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും കല്യാണം കഴിഞ്ഞാണെന്നുള്ള ചോദ്യം. അതിൽ തെറ്റില്ല, കറക്റ്റാണോ? പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡി പി ഓരോന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. അപ്പം ഞാൻ വല്ലപ്പോഴേക്ക് ഡി പി ചേഞ്ച് ചെയ്തുള്ളത്, ബിക്കോസ് വാട്സപ്പിൽ അത്ര ആക്റ്റീവ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായി. അതെ, വാട്സപ്പിൽ വലിയ ആക്റ്റീവ് ഒന്നല്ല. ഇൻസ്റ്റയിൽ പറഞ്ഞ കണക്ക് എന്താ പറയുക, മീൻസ് എല്ലാ ദിവസവും ഉണ്ടാവും എന്തായാലും, എന്നുവെച്ചാൽ എപ്പോഴും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ വന്നു തുടങ്ങി ഇങ്ങനെ അത് നല്ല രീതിയിൽ ആൾക്കും എന്താ പറയുക അവനും നല്ല രീതിയിൽ വിഷമമായി തുടങ്ങി. കാരണം ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ കുറേ, അതായത് അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ചോദിച്ചു. ബൽറാമിന് ഇപ്പോൾ എത്ര വയസ്സായി കാണും? ബൽറാമും ഞാനും സെയിം ഏജ് ആണ്. എത്രയാ? 25. പക്ഷേ ഈ ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ഈ കമൻറ്റിനകത്ത് അത് എനിക്ക് തോന്നുന്നു മരിയെ കണ്ടു കാണാൻ ചാൻസ് ഇല്ല. അതിനകത്ത് ബൽറാമിനെ കുറിച്ച് നല്ലതും മരിയെക്കുറിച്ച് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. കാര്യം ബൽറാം ഒരു സിംഗറാണ്, അവൻ്റെ ഐഡിയ സാഹസങ്ങളോടെ വന്നു, പക്ഷേ അഭിനയം എന്തോ മോശം എന്നുള്ള രീതിയിലാണ് ആ കമൻറ്റ് വന്നത്. പക്ഷേ എനിക്ക് മുഴുമിക്കാൻ പറ്റത്തില്ല കമൻറ്റ്, എനിക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ പറയുന്നവർക്ക് എന്താ മറുപടി പറയാനുള്ള? കാര്യം എല്ലാം കലയല്ലേ. അല്ല, ഈ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു മീനിങ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പം പാട്ടുകാർ മാത്രമാണ് ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ അഭിനയിക്കുന്നവർ മാത്രമാണ് ആർട്ടിസ്റ്റ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റാണ്. അപ്പം എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ഇതുവരെ ഒരു പോസ്റ്റിലോ ഒന്നിലോ ഒരു നെഗറ്റീവായിട്ട് ഒരു കമൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യാൻ പോകാറില്ല. കാരണം അവർ പേഴ്സണലി എങ്ങനെയാണ് നമുക്ക് ആർക്കും അറിഞ്ഞൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എത്ര വലിയ വൈറൽ ഫോട്ടോഷൂട്ട് ആണെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ പോയിട്ട് ഒരു കമൻ്റ് ഇടാനോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസ് വരുമ്പോൾ ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഇമോജീസ് ഇടുന്ന പോലെ അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ അങ്ങനെ മറ്റുള്ളവരുടെ ഇതിൽ പോയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അപ്പം കാരണം എനിക്ക് ബേസിക്കലി എനിക്ക് അവരെ അറിഞ്ഞൂടെ. പിന്നെ ഞാൻ എന്തിൻ്റെ ബേസിലാണ് ഓരോ കമൻസിനും അങ്ങനെ കൊടുക്കേണ്ടത്. അപ്പം റിപ്ലൈസ് ഞാൻ വളരെ കുറവായിട്ടാണ് കൊടുക്കാറ്, കാണും. പക്ഷേ എന്നാലും റിപ്ലൈസും വളരെ ഞാൻ അതൊന്നും ശരിക്കും ബോധേഡ് ചെയ്യുന്ന ഒരാളെ അല്ല. ഞാനത് ബോധേഡ് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് കോള് വന്നു തുടങ്ങിയപ്പോൾ, അതായത് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കോള് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ശരിക്കും അതങ്ങ് എന്താ പറയുക സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. കാരണം ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു ചീത്തപ്പേര് കേൾക്കേണ്ട കാര്യം ആർക്കും ഇല്ല. എത്രയോ പേര് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം, അതും ആർട്ടിസ്റ്റ് തന്നെയാണ്. ഇതിനേക്കാൾ വേറെ ലെവൽ ഫോട്ടോഷൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഈ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടും ഇതൊക്കെ നോർമൽ ഫോട്ടോഷൂട്ട് ഞാൻ കണ്ടത് വെച്ചിട്ട് ഇതിനേക്കാൾ അപ്പുറം ഫോട്ടോഷൂട്ട് ചെയ്യുക. അപ്പോൾ അതിനേക്കാൾ അവർ എങ്ങനെ എടുക്കുക, ഈ പറഞ്ഞ സൊസൈറ്റി എങ്ങനെ കാണുക. അപ്പം അങ്ങനെ ആയിപ്പോൾ എനിക്ക് വിഷമം. കാരണം ഈ പറഞ്ഞ ബൽറാമും വളരെ എന്താ പറയുക സൊസൈറ്റിയെ തൃപ്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഫോട്ടോസ് ഇടുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോഴും കമൻസ് വരുമ്പോഴും ഞാൻ അങ്ങനെ ബോധേഡ് ചെയ്യുന്ന ഒരാളെ അല്ല ഞാൻ ഒന്നും. ഇപ്പം ഈവൻ എന്താ പറയുക എൻ്റെ സുന്ദരി എന്ന സീരിയൽ, അപ്പം അത് പറയാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിയപ്പോൾ തന്നെ കുറേ വീഡിയോസ് എനിക്ക് മീൻസ് അല്ല സോറി കമൻസും അതുപോലെ തന്നെ എൻ്റെ കുറേ വീഡിയോസൊക്കെ വന്നു. ലൈക്ക് സുന്ദരി മാറിയത് കണ്ടോ, വിവാഹത്തിന് മുന്നേ സംഭവിച്ചത് കണ്ടോ. അപ്പം അതിനർത്ഥം വിവാഹം കഴിഞ്ഞു എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ച കല്യാണം കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് മാറിയത്. കാര്യം രണ്ടാമത്തെ സുന്ദരിയാണ്, ഒരു സുന്ദരി മാറി വീണ്ടും അടുത്ത സുന്ദരി വന്നു, മൂന്നാമത്തെ സുന്ദരിയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം വിവാദ നായിക എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നെഞ്ചിൽ തറയ്ക്കുന്ന വാക്കുകളും അല്ലെങ്കിൽ ഫോട്ടോസ് ഇട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ ഏതായിരുന്നു അതിനകത്ത് നമ്മുടെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്?
അങ്ങനെ എനിക്ക് യൂട്യൂബുകാർ കുറച്ച് നല്ല അതാണ് രീതിയിൽ ചോദിച്ചത്. യൂട്യൂബിൽ ആരാണ്? യൂട്യൂബിൽ എപ്പോഴും എന്താ പറയുക എൻ്റെ വീഡിയോസ് ഇടുന്ന ഒരാൾ ഒരു ചാനൽ സിനി ലൈഫോ സിനി ലൈഫ്. അപ്പം അവരാണ് കൂടുതലും ഇടുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ എനിക്ക് തോന്നി ഇവർക്ക് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മെയിൽ അയച്ച്, അതായത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആർക്കും ഒരു അവകാശമില്ല. ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു സുന്ദരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് ഞാൻ എന്തോ മരിക്കാൻ കിടക്കുവാന്ന രീതിയിലേക്കായിരുന്നു. 4 വീഡിയോ 4 എണ്ണം. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഷെയർ ചെയ്യുന്നപ്പോൾ ഞാനല്ലേ കിടക്കുന്നത്. അത് എൻ്റെ അനിയൻ നമ്മൾ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ലൈക്ക് ഒരു എന്താ പറയുക ഫണ്ടിക്ക് വേണ്ടിയിട്ട് അവനൊരു വീഡിയോ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് യൂട്യൂബുകാർ എടുത്തിട്ട് ഈ പറഞ്ഞ ഇപ്പം മരിക്കും ICU മരിയെ കൈമുറിച്ചു, നരമ്പ് മുറിച്ചു ബൽറാമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോഴല്ല, അതല്ല. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ സുന്ദരിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. സുന്ദരിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ ഞാൻ എന്തോ വയ്യാണ്ടായിന്ന് പറഞ്ഞിട്ട് വലിയ ഒരു സംഭവം പോലെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം അറിയാതെയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്തത് ഡിസംബറിലാണ്. അപ്പം അതിനുശേഷം അവരുടെ വന്നു. പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ മാറിയ കേസും പറഞ്ഞിട്ട് പറഞ്ഞ തന്നെ ഒരു 4-5-6 വീഡിയോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സെയിം കാര്യം തന്നെ വരുന്നത്, റിപ്പീറ്റ് ചെയ്തേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇവർക്ക് റിപ്ലൈ കൊടുത്തത്, അതായത് മെയിൽ ചെയ്തത്. കാരണം ഇത് അതായത് എനിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞാൻ മീൻസ് ഇതിങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനൊരു കംപ്ലയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. അതിനുശേഷം അവർ പിന്നെ ഇട്ടു. അവരെന്താ റിപ്ലൈ തന്നോ മെയിൽ ചെയ്തു? ഇല്ല, റിപ്ലൈ തന്നിട്ടില്ല അവർ. ഞാൻ പിന്നെ വിചാരിച്ചു അവരത് ഇഗ്നോർ ചെയ്താലും കണ്ടു കാണത്തില്ല മിക്കവാറും. അത് ഞാൻ നോക്കുന്നില്ല, കാരണം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തായാലും കൊടുത്തായിരുന്നു, മെയിൽ ചെയ്തായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതിപ്പം കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ വെറുതെ വീട്ടിലിരുന്നു. ഇത് മരിയയുടെ ജീവിതത്തെ മാത്രമല്ല ബൽറാമിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം ബാധിക്കും. കാര്യം ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഇപ്പം ഐഡി സ്റ്റാർ സിംഗറിലെ ഫൈനലിസ്റ്റാണ്. പാട്ട് പഠിക്കണം, ഏതൊക്കെ പാട്ടുകൾ പഠിക്കണം, അല്ലെങ്കിൽ വിൻ ചെയ്യണം എന്നുള്ളൊരു എയിമിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ എൻ്റെ പുതിയ സീരിയലിൽ ഞാൻ ജോയിൻ ചെയ്തു, ഏഷ്യാനെറ്റിൽ. അപ്പോൾ അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സീരിയലിൻ്റെ പേര് എന്ന് പറയുകയാണെങ്കിൽ സ്നേഹക്കൂട്ട് എന്നാണ് സീരിയലിൻ്റെ പേര്. ടെലികാസ്റ്റിംഗ് ഉടനെ ഉണ്ടാവും. ഇപ്പം ഉടനെ തന്നെ അത് ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. ആഫ്റ്റർ ബിഗ് ബോസ് എന്തായാലും ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. അപ്പം ഞങ്ങളെല്ലാവരും ആ ഒരു ഇതിലേക്ക് നിൽക്കുന്നത്, ആ ടൈമിലാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വന്നപ്പെടുന്നത്. മരിയയുടെ ജീവിതത്തെ അത് ബാധിക്കും തീർച്ചയായിട്ടും. ഭയങ്കരമായിട്ട്. കാരണം എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ലൊക്കേഷനിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ മീൻസ് അവരൊക്കെ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കും. ബന്ധുക്കളൊക്കെ വിളിച്ചു ചോദിച്ചോ കല്യാണം കഴിഞ്ഞു? ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിക്കാനോ, കസിൻസൊക്കെ അങ്ങനെ ചോദിച്ചു, അതായത് ഇതുള്ളതാണോ എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. പിന്നെ ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അറിയിക്കും, പുറത്തറിയിക്കില്ല, അത് ഒളിപ്പിച്ച് കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ അത്ര മോശപ്പെട്ട ആളെ അല്ലല്ലോ സ്നേഹിച്ചത്, അല്ലെങ്കിൽ സ്നേഹിച്ചു എന്ന് പറയുന്നത്. ഞാൻ കല്യാണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആളെ ഉറപ്പായിട്ട് ഞാൻ എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉള്ളിടത്തോളം കാലം ഐ ഗെസ് നമ്മൾ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിടും. അങ്ങനെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഓൺ വോയിസിലൊരു വീഡിയോ ഇടാന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. അതായത് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതാണ്, അത് പെയ്ഡായിരുന്നു. ലൈവ് പോയതല്ലാതെ വീഡിയോ റെക്കോർഡ്. ഞാൻ ഒരിക്കൽ ലൈവ് പോയപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ആരും ഇങ്ങനെ ഒരു ബാഡായ രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല, ഫ്രണ്ട്സിനെ ഫ്രണ്ട്സായിട്ട് കാണാൻ പഠിക്കുക എല്ലാവരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സെയിം കാര്യം ഒന്നുകൂടി വീഡിയോ ചെയ്തിട്ടു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഇപ്പോൾ വീഡിയോ ഇട്ടപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു എന്താ പറയുക, പിന്നെ പോസിറ്റീവായിട്ട കാര്യങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതാണ് സന്തോഷം. കാരണം ആ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ഇപ്പം ഈവൻ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഇട്ടാലും ആ ഫോട്ടോ ഇപ്പം ഇട്ട ഫോട്ടോയ്ക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു കമൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതിനുശേഷം. കാരണം അതുവരെ വിചാരിച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ റിലേഷൻഷിപ്പിലാണെന്ന് നിൽക്കുക. പക്ഷെ അത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. കാരണം ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന കാര്യം എല്ലാവർക്കും. അങ്കമാലിയിലെ ഉൾഗ്രാമത്തിലെ ഒരു തോട്ടില് മീൻ പിടിച്ചോണ്ടിരുന്ന മരിയയ്ക്ക് ഇപ്പൊ ഒരു വിവാദ നായിക വേണ്ടി വന്നു. കാര്യം അങ്കമാലി മീൻ പിടിക്കാൻ പോയിട്ടില്ലേ തോർത്തില്? അതാ തോട്ടില് എന്നോട് പറഞ്ഞിട്ടില്ല, കയറിയ തോർത്തില് നമ്മൾ മീൻ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നിന്നൊരാള് ഇപ്പൊ ഒരു വിവാദത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെയുള്ള ആൾക്കാർ എങ്ങനെ പ്രതികരണം? നിങ്ങളുടെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രതികരണം. കല്യാണം കഴിച്ച് നന്നായി പോയെന്നേ പറയത്തുള്ളൂ അല്ലയോ? അവനെ കെട്ടാൻ പറഞ്ഞു, നിനക്ക് കല്യാണം കഴിക്കാറായില്ലേന്ന് ചോദിക്കും. അതായത് ഇപ്പോഴെങ്കിലും കല്യാണം കഴിച്ചൂടെ? എല്ലാം കാണുന്നവരൊക്കെ ചോദിക്കും ഈ വർഷമെങ്കിലും ഉണ്ടാവുമെന്ന്. ശരി, ഈ വർഷം ഉണ്ടായിക്കോട്ടെ. ബൽറാം ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മരിയയുടെ റിയാക്ഷൻ എന്തായിരിക്കും? കാര്യം ഇപ്പം എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ മരിയയുടെ വേർഷനും പറഞ്ഞു, ഒറിജിനലായിട്ടൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അല്ല എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയില്ല ഞാൻ അവന് ദയവ് ചെയ്തന്നെ ട്രോളരുത്, ഇവരെ കല്യാണം കഴിപ്പിക്കുകയല്ല ഞാൻ, അത് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവൻ്റെ പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കണം എന്നൊന്നും എനിക്ക് അല്ല ഞാൻ ചോദിച്ച പ്രപ്പോസലായിട്ട് വന്നാൽ ഇനി ഇല്ലില്ല. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഒരു ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം രണ്ടുപേർക്കും അവരുടേതായ ലൈഫുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതൊക്കെ അവരവരുടെ മരിയ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. സുന്ദരി കയറിയപ്പോഴേ കമ്മിറ്റഡ് ആണ് മരിയ. ബലറാമായിട്ടല്ല, ഓൾറെഡി കമ്മിറ്റഡ് ആണ് മരിയ. അത് അതറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മരിയ പറഞ്ഞിട്ടുണ്ട് പഠിക്കുകയാണ്. ഏത് സ്ഥലത്തായിരുന്നു? ഇത് പറയണ്ട. അല്ല ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. അല്ല ഞാനിപ്പോൾ പറയില്ല. ഇപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ പറയില്ല. കാരണം ഈ അടുത്ത സീരിയലിന് വന്നതിന് ശേഷമൊക്കെ പയ്യെ കല്യാണം അല്ല ഉണ്ടല്ലോ, അങ്ങനെ ഒരാളുണ്ടല്ലോ, എവിടെയോ ജോലി ചെയ്യുന്നുണ്ട്. എവിടെയോ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ നന്നായിട്ട് ജോലി ചെയ്യട്ടെ. പക്ഷേ ഇപ്പം ഈ സീരിയലിലേക്ക് വരികയാണെങ്കിൽ ഈ സുന്ദരിയിൽ നിന്ന് മാറാനുള്ള കാര്യം കുറേ അധികം എലിഗൻസ് വന്നിട്ടുണ്ട്. എലിഗൻസ് കുറേ പറയുന്നുണ്ട്. അതിനകത്ത് കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള ഒരു സീരിയലാണ്. ഇപ്പം മൂന്നാമത്തെ നായികയാണ് അതിനകത്ത്. ആദ്യത്തെ നായിക പോയപ്പം പൈസയുടെ പ്രശ്നത്തിൽ ലൈവ് ഇട്ടു. രണ്ടാമത്തെ നായിക പോയത് വിവാഹത്തിൻ്റെ പേരിലും ആത്മഹത്യയുടെ പേരിലും മാറി എന്നാണ് മറിയ തന്നെ പറഞ്ഞത്. മൂന്നാമത്തെ ഒരു നായിക വന്നിട്ടുണ്ട്. മറിയ പാടുള്ള കാരണം എന്താണ് അതിൽ നിന്ന്? കാരണം ഞാൻ ഏതാണ്ട് ഒരു 2-2.5 വർഷത്തോളം ഞാൻ സുന്ദരിയിൽ വർക്ക് ചെയ്തു. കറക്റ്റ് ഒരു 700 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെയും കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് വരുന്നത്. അപ്പം എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ബിക്കോസ് ഞാൻ എന്താ പറയുക, എനിക്ക് മൈഗ്രെയിൻ തൊട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷുഗർ ലോ ആവുന്നത്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെറിയ പ്രശ്നമൊന്നുമല്ല. അപ്പം ഒരാൾക്ക് കൂടുതൽ റെസ്റ്റാണ് വേണ്ടത്. ഇപ്പം ഈ സുന്ദരി എന്ന സീരിയലിൽ എന്നെ ബേസ് ചെയ്ത് പോകുന്നൊരു സ്റ്റോറിയാണ്. അപ്പം എനിക്ക് എല്ലാ ദിവസവും ഷൂട്ടുണ്ടാവും, നല്ല കാര്യം ഷൂട്ടുണ്ടാകുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് റെസ്റ്റ് എടുക്കാനോ എൻ്റെ ഒരു കാര്യങ്ങൾ നോക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്തായാലും ബ്രേക്ക് വേണം. അത് കാരണം ഞാൻ നിർത്താം എന്ന് ഓൾറെഡി അവിടെ ഇൻഫോം ചെയ്തിട്ടാണ് ഞാൻ നിർത്തിയത്. അങ്ങനെ ഞാൻ December 31 എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്താ പറയുക, ഫുള്ളി റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എന്താ പറയുക, അടുത്ത സീരിയലിലേക്കുള്ള വിളി വന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് ഷൂട്ടും കാര്യങ്ങളും ഇപ്പോൾ കാസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഓൾറെഡി മറ്റേ സീരിയൽ നിർത്തിയല്ലോ. അപ്പം ഇത് കോള് വന്ന സമയത്ത് പിന്നെ അതങ്ങ് വിവാദം, അതായത് ഞാൻ ഇതിൽ നിന്ന് മാറിയത് അതിൽ ജോയിൻ എന്ന രീതിയിലൊക്കെ ആയിട്ട് വന്നു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല സത്യം. സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സുന്ദരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഓഡീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ലൊക്കേഷൻ തന്നെ പല ആർട്ടിസ്റ്റും പോയി ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. അന്നേരം ഞാൻ അവിടെ തന്നെയുണ്ട്. സുന്ദരിയിലുള്ളവർ തന്നെ ആ വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ അവിടെ തന്നെ ഉണ്ട്. അപ്പം എനിക്കൊരു വർക്കിനോട് കമ്മിറ്റ്മെൻറ്റ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ അവിടെ നിന്നത്. പല രീതിയിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താ പറയുക, നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ചില നേരത്തെ. ലൊക്കേഷൻ ആകുമ്പോൾ മിക്ക ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചേട്ടൻ തന്നെ വന്നിട്ടുണ്ട് എന്നെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. സുന്ദരി മാറിയ സമയത്ത്. അപ്പം എനിക്ക് പറ്റാതായപ്പോൾ ഞാൻ നിർത്തിയെന്നേ ഉള്ളൂ. പക്ഷേ ഇത് നിർത്തിയതിന് ശേഷം പിന്നെ യൂട്യൂബിൽ വന്നൊരു കമൻറ്റ് ഞാൻ കണ്ടത്, അതായത് കല്യാണം ആയതുകൊണ്ട് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഫസ്റ്റ് കമൻറ്റ് ഞാൻ മാറിയിട്ടുള്ള ഫസ്റ്റ് കമൻറ്റ് ഇതാണ്, കല്യാണമായിരുന്നു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരാളിട്ടു. ആളുടെ പേരെന്താണെന്ന് ഇപ്പോഴും ഓർക്കുള്ളൂ, പക്ഷേ ഇട്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ പറഞ്ഞ കല്യാണമായോ അല്ലെങ്കിൽ അതാണ് നിർത്തിയത്, സുന്ദരി എന്താ പറയുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. പിന്നെ ഞാൻ ഒന്നും അതിന് റിപ്ലൈ ചെയ്യാൻ പോയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. പറയുന്നത് എന്ത് കാര്യമുണ്ട്, എത്ര കൊടുത്താലും പിന്നെയും ചോദിക്കും. ഇപ്പം കൂടി ഞാൻ പുറത്തോട്ട് അനക്കാൻ ചോദിക്കും എന്താ മാറിയേ. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ എന്താ പറയുക വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ മാറി. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി, വീട്ടിൽ തന്നെയായി. പിന്നെ അതിനിടയ്ക്ക് എൻ്റെ പുതിയ സീരിയൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ മാറി. ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഫുള്ളായിട്ടല്ല, എന്നാലും ഉണ്ട് എനിക്ക് മാറിയതല്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഞാൻ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അന്നേരം അതിനകത്ത് മെയിനായിട്ടും കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വരുത്താനായിട്ടുണ്ട്. കാര്യം ബലറാമായിട്ടുള്ള ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്താണ് ആ ഒരു, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പം മരിയ പറഞ്ഞു. പക്ഷേ കുറേ കോൺട്രവേഴ്സീസ് വന്നു, കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അപ്പർ സൈഡോട് നമ്മൾ നോക്കണമല്ലോ. ബൽറാമിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇൻ്റർവ്യൂ പോകുന്ന കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്ന് പറയുകയാണെങ്കിലും അല്ല, സെയിം എൻ്റെ അവസ്ഥ തന്നെയാണ്. ലൈക്ക് എന്താ പറയുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം പെട്ടെന്ന് ലൈഫിൽ വരുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അവനെ അധികം ബാധിച്ചിട്ടുണ്ടാകും. കാരണം ഞാനിപ്പോൾ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ചെയ്തിട്ടുണ്ട്.
പക്ഷെ അവൻ ആദ്യത്തെ ഫോട്ടോഷൂട്ടായിരുന്നു അത്, മുളയിലെ നുള്ളിക്കളയാന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ശരിക്കും എന്നേക്കാൾ നല്ല രീതിയിൽ അവൻ തന്നെ അത് വന്നിട്ടുള്ളത്. അപ്പം അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ആയതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. എന്താ പറയാൻ, നല്ല രീതിയിൽ അവനടുത്ത് മീൻസ് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ സോറി പറയുകയാണ്. കാരണം സങ്കടം പറയേണ്ട കാര്യമൊന്നുമില്ല. സങ്കടമല്ല, കാരണം നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ അതിപ്പം നമ്മൾ കരഞ്ഞ് കാണിക്കുമ്പോൾ നമ്മൾ തോറ്റുന്നാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കരഞ്ഞൊന്നും കാണിക്കില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പം അവിടെ സ്റ്റാർ സിംഗിൽ പോകുമ്പം പ്രമുഖരായിട്ടുള്ള ജഡ്ജസാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ അവരുടെ ചെവിയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എത്തിയതായിട്ടില്ലെങ്കിൽ കണ്ടസ്റ്റന്റ് പറഞ്ഞായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ബൽറാം? അല്ല, ഈ ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിക്കും, അല്ലാതെ വേറെ അങ്ങനെ ഒരു ടോക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടയിലല്ല, പുറത്ത്. അതായത് നമുക്ക് വേറെ സൈഡ് ഉണ്ടല്ലോ, ഈ ഇതിനു വേണ്ടി ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് അതൊന്ന് പൊലിപ്പിച്ച് കുറച്ച് ഇതാക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കിടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കല്യാണം ഒന്നും നമ്മുടെ കഴിഞ്ഞിട്ടൊന്നുമില്ല. കല്യാണം എൻ്റെ പൊന്നെ സോഷ്യൽ മീഡിയ സഹോദരങ്ങളെ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മരിയ ഇത്രയും കുറേ സമയമായിട്ട് നമ്മുടെ ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം ഇരുന്ന കാര്യം എന്നോട് ഇങ്ങനെ മരിയ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ സംഭവമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മരിയോട് പറഞ്ഞാൽ നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കാം, അതിലൂടെ നമുക്ക് ആൾക്കാരടുത്ത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഭാവിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭാവിയിൽ ഇപ്പോൾ അടുത്ത സീരിയലിനെ ആണ് ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം വളരെ നല്ലൊരു പ്രൊജക്റ്റും വളരെ നല്ല സീരിയലിൽ സ്വപ്നക്കൂടോ? സ്നേഹക്കൂട്ട്. അപ്പം അത് ശരിക്കും RTV പ്രൊഡക്ഷൻ്റെയാണ് സീരിയല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ലൊക്കേഷനും. കാരണം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡയറക്ടർ മനു മാധവ് സാറാണ് ഡയറക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പം കോ ആർട്ടിസ്റ്റ് സീമ ചേച്ചിയുണ്ട്, കൃഷ്ണകുമാർ എന്ന് പറയുന്ന കിച്ചുവേട്ടൻ, പിന്നെ കന്യാദാനത്തിലെ ഹീറോ. ആഹാ കള്ളൻ എന്നോട് പറഞ്ഞില്ല, ഇതാ ഈ സീരിയലാന്ന് പറഞ്ഞില്ല, എന്നോട് ഓൾറെഡി പ്രമോ വന്നു ഞങ്ങളുടേത്. അപ്പം അങ്ങനെ വന്നപ്പം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ആണ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നല്ലൊരു ടീമിന് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ വെച്ചാൽ ഒരു 3 മാസം കൊണ്ട് തന്നെ എന്തോ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമുള്ള പോലെ. കുറേ എപ്പിസോഡ് എടുത്ത് വെച്ചു അന്നേരം. നമുക്ക് ടെലികാസ്റ്റിംഗ് ചെയ്യേണ്ട എപ്പിസോഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ബിഗ് ബോസ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെ സ്നേഹക്കൂട്ട് അതോടനെ ടെലികാസ്റ്റിംഗ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ശരിക്കും എല്ലാവരും. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഈ സിനിമയിലുള്ള കുറേ പേരൊക്കെ ഉണ്ട് നമ്മുടെ സീരിയലിൽ. തീർച്ചയായിട്ടും ഞാൻ ആ സീരിയൽ തേടി വരുന്നുണ്ട്. ആ സീരിയൽ തുടങ്ങട്ടെ, നമുക്ക് അവിടെ സത്യം ഒരാഴ്ചയെങ്കിലും അവിടെ ഇരിക്കേണ്ടി വരും, കാരണം അത്ര ആർട്ടിസ്റ്റ് അവിടെ ഉണ്ട്. ഒന്നും രണ്ടും കുറേ ഉണ്ട് ഫെമിലിയർ ആയിട്ടുള്ളതും. ചേട്ടൻ തന്നെ ഇന്റർവ്യൂ എടുത്ത ആൾക്കാർ വരെ ഇവിടെ മറ്റു പല ചാനലിന് വേണ്ടി എടുത്തിട്ടുള്ള. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാര്യം കുറേ സമയമായിട്ട് നമ്മളിരുന്നു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? എന്തെങ്കിലും പറയാനായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ മനസ്സിലും തെറ്റിദ്ധാരണ വേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഒരു ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ഫോട്ടോ ഇടുമ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ മെൻഷൻ ചെയ്തിട്ടൊരു ഫോട്ടോസിന് ഇടുന്നത്. അപ്പം എല്ലാവരും എന്താ പറയുക നെഗറ്റീവായി എടുക്കാതെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക എടുക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്രയും ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഇനി അടുത്ത് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ട എന്നൊരു ഇതും കൂടി ഉണ്ടാവും. പക്ഷെ അത് എന്താ പറയുക അങ്ങനെ വിചാരിക്കാതിരിക്കുക എല്ലാവരും. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും ഫ്രണ്ട്സാണ്, ഇനി അങ്ങോട്ടും ഫ്രണ്ട്സ് തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അല്ല അങ്ങനെ പ്രതീക്ഷിക്കാൻ ഒരാളുണ്ട്, പുള്ളി വരട്ടെ. അത് ഈ സീരിയലൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആളിനെ വരുത്താം. ഇവിടെ വരുമ്പോഴത്തേനും ആ ഒരു കല്യാണം നമുക്ക് ആഘോഷിക്കാം. എന്നിട്ട് ബൽറാമിനെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിക്കാം അവിടെ. അപ്പം മനസ്സിലാവട്ടെ ബൽറാമായിട്ടല്ല നമ്മൾ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത്. അതെ, ഇഷ്ടത്തിലല്ല, ശരിക്കും പറഞ്ഞാൽ ഇഷ്ടത്തിൽ അങ്ങനെയൊന്നും അല്ല. എനിക്കിത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരു ഫോട്ടോസും റീൽസൊക്കെ വരുമ്പോൾ ആ രീതിയിൽ തന്നെ കാണുക. ഒരു റീല് വന്നു അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും കടന്ന് ചിന്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ സീരിയലും സപ്പോർട്ട് ചെയ്യുക. അതിൽ നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഉടനെ ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും നേരം ഇവിടെ വന്നിരുന്നത് തന്നെ. എന്നാലും വളരെ സന്തോഷമുണ്ട്. കാര്യം കുറേ സമയം 1-2-3 മണിക്കൂറോളം കഴിഞ്ഞു സത്യം അല്ലേ? പിന്നെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും എല്ലായിടത്തും അന്വേഷണം അറിയിക്കുക. തീർച്ചയായിട്ടും ആളോട് അന്വേഷണം അറിയിക്കുക. തീർച്ചയായിട്ടും പിന്നെ ബൽറാമിനോട് പറയുക, ഇതൊന്നും ഡസൻ മാറ്റർ, വിൻ ചെയ്യട്ടെ, ID സ്റ്റാർസിംഗ് വിൻ ചെയ്യട്ടെ. സ്വപ്നക്കൂട്ടല്ല, സ്നേഹക്കൂട്ട് നല്ല രീതിയിൽ വരട്ടെ, നല്ല കുറേ എപ്പിസോഡ്സ് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. പ്രേക്ഷകർ ഇത്ര പറയാനുള്ളൂ, എൻ്റെ പുതിയ സീരിയൽ
കാരണം സുന്ദരിന്ന് ഞാൻ മാറിയതിൻ്റെ കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ്. സോ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് മാറിയത്. അത് ബിക്കോസ് ഞാനൊരു ലൈവോ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഞാൻ സുന്ദരിന്ന് മാറിയിട്ട് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, എൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. പ്രത്യേകിച്ച് വേറെ റീസൺസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ കുറേ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും, അതിപ്പം നമുക്ക് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതൊക്കെ കൊണ്ടാണ് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അതെ, അതൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വിവാദമായിട്ടും ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതും ഏതാണ്ട് ഒതുങ്ങി. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വിവാദം എന്ന് പറയുന്നത് എൻ്റെ പുതിയ സീരിയലാണ്. അപ്പം അത് ഉടനെ ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. കാര്യം നമുക്ക് ഒരു വിവാദം ഉണ്ടായാലേ ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അങ്ങനെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കണ്ടമാനം നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് വരുന്നുണ്ട്, എന്നാലും ഞാൻ സ്വീകരിക്കാതെ അങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നല്ലത് വരട്ടെ മരിയയ്ക്ക്. 2024 നല്ലതാവട്ടെ, സീരിയൽ പോട്ടെ. 2024 വളരെ അല്ല, ഇനിയും കുറച്ചുകൂടെ മെച്ചപ്പെടട്ടെ എന്ന് ആത്മാർത്ഥത പ്രാർത്ഥിക്കുന്നു. അപ്പം ബൽറാമിന് ഒരു വിൻ ചെയ്യാനുള്ള വിഷു കൂടെ അറിയിച്ചു നമ്മുടെ ടീമിൻ്റെ പേരിൽ കേട്ടോ. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു.